നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. ഇടുക്കി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ നാടിന്റെ സമ്പത്തെന്ന് MLA. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ കൃത്യതയോടെ നടപ്പാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. കാളിയാറിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച് കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. നടപടി വൈകുന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത് മെയ് 1-ാം തീയതി കാളിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനൊരുങ്ങി മർദ്ദനമേറ്റ മുള്ളരിങ്ങാട് സ്വദേശി രാജപ്പൻ. കട്ടപ്പന വലിയപാറയിൽ സാമൂഹ്യവിരുദ്ധർ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. അഗ്നിക്കിരയാക്കിയത് ചാണാശ്ശേരിയിൽ സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിശദമായ വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ നാടിന്റെ സമ്പത്താണെന്ന് റോയ് കെ പൗലോസ് MLA. ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും നാടിന്റെ മാറ്റമാണെന്നും MLA പറഞ്ഞു. സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പരിഗണന ചെറുതല്ല. പലവിധ പ്രയാസങ്ങൾ നേരിടുന്ന സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൂടെ കരുത്തും പിന്തുണയും നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ മികച്ച വിജയശതമാനമാണ് ഇടുക്കി ജില്ല കൈവരിച്ചത്. പലവിധ പ്രതിസന്ധികൾക്കിടയിലും തിളക്കമാർന്ന നേട്ടം കൊയ്തതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും MLA പറഞ്ഞു. സ്റ്റേറ്റ് ആവറേജിനേക്കാൾ 1.102% കൂടുതലാണ് സ്റ്റേറ്റ് ആവറേജിനേക്കാൾ. ആലോചിച്ച് നോക്കണം, നമുക്ക് ഒരുപാട് അസൗകര്യങ്ങളുള്ള ജില്ലയാണ്. ആകെ ഉള്ളത് മിക്കവാറും കെട്ടിടങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാക്കി ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. യാത്രാ സൗകര്യങ്ങളുടെ കുറവുണ്ട്, കാരണവന്മാരുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി റിസൾട്ട് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ അത് ചെറിയ കാര്യമല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ഭാഗം ആളുകളുണ്ട്. ഏറ്റവും അതിൻ്റെ അകത്ത് പ്രശംസ അർഹിക്കേണ്ടത് നമ്മുടെ അധ്യാപകരാണ്, അതിന് നേതൃത്വം കൊടുത്തവരാണ്. അതിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, ഇതിനുവേണ്ടി സഹായം ചെയ്യുന്ന മറ്റെല്ലാ വിഭാഗങ്ങളുമുണ്ട്. സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ഏക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സേനാപതി വേണു MLA പറഞ്ഞു. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA രജനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ലിപ്പിലിക്കാട്ട്, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റോസമ്മ മാത്യു, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത PC, ഇടുക്കി DPC SSK ആൻഡ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KA ബിനുമോൻ, സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മഴക്കാല മുന്നൊരുക്കങ്ങൾ കൃത്യതയോടെ നടപ്പാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി. മണ്ണിടിച്ചിൽ ഇടുക്കി ജില്ലയുടെ സവിശേഷ പ്രകൃതി ദുരന്തമാണ്. ഇത് ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇവിടെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. LSGD, ഒപ്പം തന്നെ PWD, ഹൈവേസ്, ഫോറസ്റ്റ്, ഇറിഗേഷൻ, KSEB, അനുബന്ധമായ റവന്യൂ അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ നോക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം കടന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു ഡിസാസ്റ്റർ ഫോഴ്സി ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുള്ള മുന്നൊരുക്കം എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് ഇന്ന് കൂടുതൽ നടത്തിയത്. റോഡുകളുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കാനും നാഷണൽ ഹൈവേയുടെ നിർമ്മിതികൾ ചില സ്ഥലങ്ങളിലൊക്കെ സൈഡ് പ്രൊട്ടക്ഷൻ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള
പരാതി വന്നു. അതൊക്കെ ഇന്നത്തെ ഹൈവേ അതോറിറ്റീസിനും സ്റ്റേറ്റ് ഹൈവേക്കും PWDക്കും അതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. റിഫ്ലക്ടേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട്ടി യോഗത്തിൽ അറിയിച്ചു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമായിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. CBSE സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പാക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് സുരക്ഷിതമായ നിലയിലാണെന്നും അധികൃതർ അറിയിച്ചു. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈയെടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് യോഗത്തിൽ പറഞ്ഞു. അനധികൃത നിർമ്മാണങ്ങളും സാഹസിക ടൂറിസം സംരംഭങ്ങളും ജില്ലയിൽ കൂടി വരുന്ന സാഹചര്യമുണ്ടെന്ന് റോയ് കെ പൗലോസ് MLA യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. സിറിയക് തോമസ് MLA, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, ദേവികുളം സബ് കളക്ടർ VM ആര്യ, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ്, ADM S ശ്രീജിത്ത്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കാളിയാറിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച് കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. മെയ് 1-ാം തീയതി കാളിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വൈകുന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മർദ്ദനമേറ്റ മുള്ളരിങ്ങാട് സ്വദേശി രാജപ്പൻ. കാളിയാർ മുള്ളരിങ്ങാട് സ്വദേശിയായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനായ രാജപ്പനെ ആക്രമിച്ച് കൈയൊടിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് മേട്ടൂർ വീട്ടിൽ രാജപ്പൻ ആക്രമിക്കപ്പെട്ടത്. ജാതി അധിക്ഷേപം നടത്തുകയും വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകൾ ഉൾപ്പെടെ 4ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തുവെന്നാണ് രാജപ്പന്റെ പരാതി. ആക്രമണത്തെ തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതായും ഇദ്ദേഹം പറയുന്നു. യാതൊരു പ്രകോപനമില്ലാതെ എന്നെ അടിക്കുകയും തല്ലുകയും എൻ്റെ 12 അടി താഴ്ചയോളം എൻ്റെ മുറ്റത്തിൻ്റെ അടിയിലേക്ക് തള്ളി വിടുകയും അതിനുശേഷം ഇവർ പോയി എന്ന് വിചാരിക്കാൻ കയറി വരുമ്പോൾ ഇവർ ഇരുട്ടത്ത് മറവിൽ നിന്നുകൊണ്ട് എന്നെ വീണ്ടും അടിക്കുകയും ചാക്കോച്ചൻ പിടിച്ചു നിർത്തുകയും സനീഷ് എൻ്റെ കൈ തല്ലി ഒടിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഞാൻ തൊടുപുഴ താലൂക്ക് ആശുപത്രി ചെല്ലുകയും അവർ പരിക്ക് ഗുരുതരമായതുകൊണ്ട് അവിടുന്ന് എന്നെ റെഫർ ചെയ്യുകയും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ 12 ദിവസം ചികിത്സയിലായിരുന്നു. എൻ്റെ കൈ ഒടിയുകയും കൈ സർജറി ചെയ്ത് ഇപ്പം നിലവിലിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അട്രോസിറ്റി ആക്ട് പ്രകാരം നമ്മൾ DYSPക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും എന്നാൽ ഈ പരാതി പ്രകാരം പോലീസ് ഇതേവരെ കേസെടുക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംഭവം നടന്നിട്ട് 1 മാസം കഴിഞ്ഞു. സംഭവത്തിൽ കാളിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മുള്ളരിങ്ങാട് വെള്ളക്കയം അമ്പാട്ടുകുന്നേൽ ചാക്കോച്ചനും ഇദ്ദേഹത്തിന്റെ മകനും മറ്റ് ബന്ധുക്കളും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് രാജപ്പന്റെ ആരോപണം. കേസിന്റെ അന്വേഷണം തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിലാണെങ്കിലും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുന്നില്ലെന്നും പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അനാവശ്യ കാലതാമസം നേരിടുന്നതായും പരാതിക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് രാജപ്പന്റെ തീരുമാനം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നേരെയുണ്ടായ ഗുരുതര ആക്രമണത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ വൈകുന്നത് ആശങ്കാജനകമാണെന്നും ആരോപണമുണ്ട്. കട്ടപ്പന വലിയപാറയിൽ സാമൂഹ്യവിരുദ്ധർ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. ചാണാശ്ശേരിയിൽ സനീഷിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് അഗ്നിക്കിരയായത്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് സംഭവം. വീടിന് പുറത്ത് വലിയ തോതിൽ വെളിച്ചം കണ്ടതിനെ തുടർന്ന് സനീഷും ഭാര്യയും പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷയ്ക്ക് തീ പടർന്ന വിവരം അറിയുന്നത്. പരിസരവാസികളുടെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. വാഹനത്തിലുണ്ടായിരുന്ന 5000 രൂപയും ATM കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും കത്തി നശിച്ചതായി ഉടമ പറഞ്ഞു. ഒരു വട്ടം പുരയ്ക്കകത്ത് കഴിക്കേണ്ട ഇറങ്ങി നോക്കിയപ്പോഴത്തേനും വണ്ടി ഭയങ്കരമായിട്ട് തീ കത്തുമായിരുന്നു. പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഞങ്ങളെല്ലാം കൂടെ അതിലേക്കൊന്ന് വെള്ളം എടുത്ത് ഒഴിച്ച് കെടുത്തുകയായിരുന്നു. ഇത് ഷോർട്ടാകാൻ ചാൻസ് ഇല്ല. എന്തോ അവർ മനഃപൂർവ്വം ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. 10 വർഷമായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നയാളാണ് സനീഷ്. സംഭവത്തെ തുടർന്ന് കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാഹനം നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. പീരുമേട് സബ് ജില്ലാതല പ്രവേശനോത്സവം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് സബ് ജില്ലാതല പ്രവേശനോത്സവം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് നടന്നത്. സ്കൂളിനായി പുതുതായി സ്ഥാപിച്ച ലണ്ടൻ മോഡൽ ബോർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R സിൽവത്തായി എന്നിവർ ചേർന്ന് അനാച്ഛാദനം ചെയ്തു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സബ് ജില്ലാതല പ്രവേശനോത്സവ പരിപാടിയിൽ PTA പ്രസിഡന്റ് ഷാജി അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം, സ്ഥിരോത്സവം ഉണ്ടാകണം, അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. എല്ലാവരോടും ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്റെ ആശംസയെ ഞാൻ അറിയിക്കുകയാണ്. നമ്മളുടെ ഇവിടെ സബ് ജില്ലാ തലത്തിൽ നടത്തുന്ന ഈ പ്രവേശനോത്സവത്തിൽ ഇവിടെ കടന്നു വന്ന നമ്മളെ പുതിയ കുട്ടികൾ, കൊച്ചുമക്കള്, അവർക്ക് വളരെ മധുരതരമായിട്ട് ഒരു വിദ്യാഭ്യാസ വർഷമായി തീരട്ടെ. ഇവിടെ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തു. അപ്പോൾ കൂടുതൽ മധുരിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. എല്ലാവരും നല്ല ഉന്നത വിജയം നേടണം. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് വളർന്നു വരണം. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിതാ മുരുകൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. സെൽവത്തായി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ, BPO അനീഷ് തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ പരിപാടിയിൽ PTA പ്രസിഡന്റ് R. രാമരാജ് അധ്യക്ഷനായിരുന്നു. MLA സിറിയക് തോമസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂൾ, മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂൾ, വാളാടി സെന്റ് മാത്യൂസ് LP സ്കൂൾ, സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലും പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് പുതുതായി എത്തിയ കുട്ടികളെ ദീപങ്ങളും ഉപഹാരങ്ങളും നൽകി സ്വീകരിച്ചു. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭീമ ജ്വല്ലറി സമ്മാന കിറ്റ് വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏകദേശം 500 മുതൽ 1000 വരെ കുട്ടികൾ മുൻകാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ നിന്ന് ഇന്ന് കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന കാലാവസ്ഥ ഉണ്ടാകുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളുടെ കടന്നുവരവോടുകൂടിയാണ്. സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ പഠന നിലവാരമുണ്ടെന്നും പൊതുവിദ്യാലയങ്ങൾ അതില്ലെന്നും സമൂഹത്തിൽ പറഞ്ഞു പരത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ സ്കൂള്. നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ഏറ്റവും മറ്റു സ്കൂളുകളെക്കാൾ മികച്ച പഠന നിലവാരം ഉള്ള ഒരു സ്കൂളാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകും. നല്ലപോലെ പഠിക്കത്തില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നതായിട്ടാണ് നിങ്ങളാരും ഉണ്ടായിരിക്കുന്നത്. പ്രതികരണശേഷിയുള്ളവരായി നമ്മൾ നാളത്തെ തലമുറയെ മാറ്റിയെടുക്കുന്ന ഉത്തരവാദിത്വം കൂടി സ്കൂളിനുണ്ട്. സ്കൂളിൽ വരുന്ന അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല നിങ്ങൾക്കുള്ളത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ നമ്മൾ സമൂഹത്തിന്റെ കുടുംബത്തിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു കാര്യശേഷിയും കാമ്പശേഷിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ നമ്മൾക്കുണ്ട്. PTA പ്രസിഡന്റ് ഷിയാസ് AK അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ TGM രാജു മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിന്ധു PD, സീനിയർ അധ്യാപികമാരായ സൂസൻ ഫിലിപ്പ്, ഗീത R. പിള്ള, PTA വൈസ് പ്രസിഡന്റ് ഗീതു, MPTA പ്രസിഡന്റ് ഗീത, PTA അംഗം രജീഷ് രാജേഷ്, സുവർണഗിരി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് R. മുരളീധരൻ, പൂർവ്വ അധ്യാപകൻ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും LP തലത്തിൽ നടത്തിയ അവധിക്കാല ഇംഗ്ലീഷ് ഭാഷാ പഠന പരിപാടിയിൽ വിജയിച്ചവരെയും പ്രവേശനോത്സവത്തിന്റെ പ്രമോ വീഡിയോ തയ്യാറാക്കിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ലയ സോണിയെയും ചടങ്ങിൽ അനുമോദിച്ചു. ചക്കുവള്ളം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം 6 മൈൽ സെന്റ് ഡൊമിനിക് LP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിൽ പുത്തൻ ഉടുപ്പണിഞ്ഞും കളിച്ചിരികളുമായി എത്തിയ കുരുന്നുകളെ സ്വീകരിക്കാൻ സമ്മാനങ്ങളുമായി അധ്യാപകർ കാത്തുനിന്നു. പുത്തൻ കൂട്ടുകാരുടെ പുതിയ ലോകത്തേക്ക് എത്തിയവർക്ക് ആശങ്കകളോ പേടിയോ ഇല്ലായിരുന്നു. അവരുടെ സന്തോഷം മുഴുവൻ സ്കൂളിൽ നിന്ന് കിട്ടിയ തൊപ്പിയിലും സമ്മാനങ്ങളിലുമായിരുന്നു. ചക്കുവള്ളം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം 6 മൈൽ സെന്റ് ഡൊമിനിക്സ് LP സ്കൂളിലാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വരുംകാല സമ്പത്താണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്താണ്. അതോടൊപ്പം ഓരോ മാതാപിതാക്കളുടെയും പ്രതീക്ഷ കൂടിയാണ് നമ്മുടെ കുട്ടികൾ. അവരെ ഓരോ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവര് ഒരു 4 വയസ്സ് വരെ അവരുടെ കൂട്ടത്തിലാക്കി അതിനുശേഷം സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം നേടാൻ
നല്ല അറിവുകൾ നേടാൻ, നല്ല പൗരന്മാരായി വളരാൻ ആ ഒരു പ്രതീക്ഷയോടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അധ്യാപകർ അവർക്ക് നൽകുന്ന ശിക്ഷണവും പഠനവും പ്രത്യേക പരിഗണനയും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേന് കുട്ടികളെല്ലാം നല്ലൊരു സ്വഭാവ രൂപവൽക്കരണത്തിന്റെ പാതയിലേക്ക് മാറുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് വലിയമറ്റം CMI അധ്യക്ഷനായിരുന്നു. രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ മാത്യു ജോസഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ്മോൾ സാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു വട്ടോത്ത, PTA പ്രസിഡന്റ് ജോസിമോൻ ചിനിസ്ലാവൂസ്, സിവിൽ പോലീസ് ഓഫീസർ ജയാമോഹൻ, അധ്യാപക പ്രതിനിധി സ്റ്റെഫി F തുടങ്ങിയവർ സംസാരിച്ചു. സിസ്റ്റർ റോസ്മിൻ, ആഷമോൾ MI തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിലുപരിയായി കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം വളരാനോ ഉയരാനോ കഴിയുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമ്മളുടെ ഗവൺമെന്റും അതുപോലെ മറ്റ് പ്രൈവറ്റ് മാനേജ്മെന്റുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 42 ലക്ഷം കുഞ്ഞുങ്ങളാണ് വിദ്യാലയങ്ങളിലേക്ക് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുക. 3 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ഈ സെന്റ് ജെറോം LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ സ്കൂൾ. ചടങ്ങിൽ മോബിൻ മോഹൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് നൈസ് പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി പുതിയതായി എത്തിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പ്രധാനാധ്യാപകൻ സൈജു മോൻ ജോസഫ്, ആൽഫ്രഡ് നടക്കൽ, മഞ്ജു മാത്യു എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുടുംബശ്രീ വാത്തിക്കുടി CDSന്റെ നേതൃത്വത്തിൽ രാജമുടിയിൽ പ്രവർത്തിക്കുന്ന നവജ്യോതി ബഡ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക സ്പെഷ്യൽ സ്കൂളാണ് രാജമുടിയിൽ പ്രവർത്തിക്കുന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രവേശനോത്സവം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്തമാണ് ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക, അവർക്ക് കരുതലേകുക, അവർക്ക് തണലേകുക എന്നുള്ളത്. ആ നിലയിൽ ഈ രാജമുടിയിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നു. അവർക്ക് മികച്ച സൗകര്യങ്ങളും പരിഗണനയും ഒരുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. CDS ചെയർപേഴ്സൺ ജിമിയ ബേബി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV ആകാശ്, വൈസ് പ്രസിഡന്റ് മിലാനി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KK മനോജ്, ഡോളി തോമസ്, റെജിമോൾ റജി, ബിനിമോൾ ജോസഫ്, ബിന്ദു സന്തോഷ്, ബിജോ ജോസ്, ഡാർലി ഡിക്സൺ, റിസോഴ്സ് പേഴ്സൺ മോളി കൃഷ്ണൻ, അധ്യാപിക സവിത രമേശ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളായ ജിമ്മി സെബാസ്റ്റ്യൻ, റോബർട്ട് കണ്ണംചിറ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അന്തരിച്ച CPM നേതാവായിരുന്ന T അയ്യപ്പദാസിന്റെ 23ാമത് ഓർമ്മദിനം CPM പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ആചരിച്ചു. മുൻ മന്ത്രി M. മണി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജ്വലിക്കുന്ന സ്മരണകളരമ്പെന്ന വണ്ടിപ്പെരിയാറിന്റെ വസന്തഭൂമിയിലൂടെ സഖാവിന്റെ സ്മരണകളരമ്പെന്ന പടുകൂറ്റൻ റാലിയുടെ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ വണ്ടിപ്പെരിയാർ പട്ടണത്തെ ലക്ഷ്യമിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M. തങ്കദുരി അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രി M. മണി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ കൊന്ന സംഘത്തിന്റെ കയ്യില്, ഗാന്ധിജിയുടെ ഘാതകന്മാരുടെ കയ്യില്, അതിന്റെ പിന്തുണക്കാരനായ നരേന്ദ്രനുടെ കയ്യില് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം എത്തിച്ചുകൊള്ളുന്നു. ആര്? ഗാന്ധി ശിഷ്യന്മാരെന്ന് ഭാവിക്കുന്നത് കൊണ്ടിട്ട് അവിടെ നയവൈകല്യങ്ങളാണ്, കോൺഗ്രസിന്റെ നയവൈകല്യങ്ങളാണ്. പ്രിയമുള്ളവര്, മഹാത്മാഗാന്ധിയെ കൊന്ന സംഘം അതിന്റെ പിന്തുണക്കാരനായ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന നിലയിലേക്ക് രാജ്യത്ത് കാര്യം
നമ്മുടെ ഈ സന്ദർഭത്തിൽ അങ്ങനത്തെ വിമർശനത്തോടും അവധാനതയോടും കൂടി കാണുന്നവരുടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനും ആഗ്രഹിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, PN മോഹനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, S സാബു, ശാന്തി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന അമ്പലക്കോല വാർഡ് കൺവെൻഷൻ നടന്നു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ പുരോഗതിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് ജോണി കുളമ്പള്ളി പറഞ്ഞു. സത്യമാണ്, ഈ പിണറായി വിജയനെ അത്രമാത്രം ആളുകൾ വെറുത്തു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ കുറഞ്ഞ ദിവസം ആയാലും പോലും ഞാൻ ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി VD സതീശൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആളുകളുമായി ഇടപഴകുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള ജാടയോ അഹങ്കാരമോ ഒന്നുമില്ല. ആരുമായിട്ട് ഇടപഴകും, ആർക്കും കയറി വരാം. ഞങ്ങൾ തമാശയായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയപ്പം തിരിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഈ 500 സിനിമയ്ക്കകത്ത് ഗേറ്റ് തുറന്നിട്ട് കയറി വേണം മക്കളെ എന്ന് പറഞ്ഞത് സതീശൻ ആദ്യം ചെയ്ത പണി തെക്കേറ്റത്ത് കിഴക്കേറ്റത്ത് വടക്കേറ്റത്ത് 3 ഗേറ്റുകൾ അന്ന് തുറന്നിട്ടു. കാരണം അവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടത് എല്ലാ ഗേറ്റും തുറന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വരാം, പൊതുജനങ്ങൾക്ക് കയറി വരാം. കയറി വന്ന ആളുകളെ കാണാൻ, മന്ത്രിയെ കാണാനൊക്കെ നല്ല സൗകര്യമുണ്ട്. മറ്റേ കയറത്തില്ല. എന്നുവെച്ചാൽ ഇരുമ്പറക്കുള്ളിൽ നിൽക്കുന്ന ഭരണ സംവിധാനം പോലെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭരണം പോയിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരുമ്പറകൾ ഒന്നും അകത്തോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഉത്തരവിടുന്ന രാജാവിനെ പോലെയാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരെല്ലാം. നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി മനോജ് മുരളി, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, സജിമോൾ ഷാജി, ഷാജി വെള്ളമാക്കൽ, തങ്കച്ചൻ ഇളംതുരുത്തി, ബേബി വടയാറ്റ്, മാത്യു പുളിക്കത്താഴെ, KC രാജു, AN മനോജ്, സജി കോലോത്ത്, ആൻസി സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചക്കുവള്ളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു M തോമസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചക്കുവള്ളം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു M തോമസ് ഉദ്ഘാടനം ചെയ്തു. കാലം മുതൽ യൂണിറ്റുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ കുറച്ച് മെമ്പേഴ്സ് ഉള്ളതെങ്കിലും കുറച്ച് കച്ചവട സ്ഥാപനങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പോകുന്ന ഒരു യൂണിറ്റാണ്. മുന്നോട്ടും നല്ല, ഞാൻ നിങ്ങളുടെ യൂണിറ്റിന്റെ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ നല്ല ബാലൻസ് ഉണ്ട്. വളരെ ചിട്ടയായിട്ട് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. നല്ല കാര്യം. സാധാരണ ചെറിയ യൂണിറ്റുകളൊക്കെ എന്തെങ്കിലും തുറന്നുവെപ്പിലൊക്കെ കണക്കെഴുതി കൊണ്ടുവന്ന യൂണിറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും അതിലേക്ക് മാറി നല്ല രീതിയിൽ അക്കൗണ്ട് സിസ്റ്റത്തിൽ തന്നെ അത് എഴുതി എൻ്റെ ബാങ്ക് ബാലൻസ് ബാക്കി ബാലൻസൊക്കെ കാണിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ട്സ് കാണാൻ സാധിച്ചു. ജനറൽ സെക്രട്ടറി ജോസുകുട്ടി പയ്യേലുമുറിയിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ, നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് സാബൂസ് കറിയ, യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് റിജി മാത്യു, സെക്രട്ടറി ജോഷി പുതിയാപറമ്പിൽ, റിജി മടുക്കാവുങ്കൽ, വനിതാ വിംഗ് പ്രസിഡന്റ് അനിത റോയി, ടിജു ചിറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ഷിബു M തോമസ് വരണാധികാരിയായിരുന്നു. രക്ഷാധികാരിയായി VC വർഗീസ്, പ്രസിഡന്റായി റിജി മാത്യു, ജനറൽ സെക്രട്ടറിയായി ജോസുകുട്ടി പയ്യേലുമുറിയിൽ, സെക്രട്ടറിയായി ജോഷി പുതിയപറമ്പിൽ, ട്രഷററായി റിജി മടുക്കാവുങ്കൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന ലീജിയൻ, കട്ടപ്പന നഗരസഭ, മീഡിയ മംഗളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് P. വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആത്മവിശ്വാസവും കഠിനാധ്വാനവും അനിവാര്യമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഈ നേട്ടങ്ങളിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ ഈ നേട്ടങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാന്യരായ അധ്യാപകരുടെ വലിയ ഒരു സംഭാവന ഇക്കാര്യത്തിൽ. അപ്പോൾ അത് അവരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയും. നിങ്ങൾ പഠിച്ച കാലഘട്ടത്തോടെ പഠനം തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ +2 ഉന്നതത്തിനെ കരസ്ഥമാക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പരിശീലനം നൽകിയ, നിങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ നൽകിയ, നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിച്ച നിരവധിയായുള്ള അധ്യാപകർ.
സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന ലീജിയൻ പ്രസിഡന്റ് ലിജു പമ്പവാസൻ, പ്രസിഡന്റ് സാജൻ ജോസഫ്, മുൻ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം, ദേവസ്യ ടി എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, അധ്യാപകർ, രക്ഷിതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രചോദനമേകുന്നതായിരുന്നു അനുമോദന ചടങ്ങ്. രതീഷ് നെടുങ്കണ്ടം രചിച്ച നന്ദിനി ചുഴി എന്ന നോവലിന്റെ പ്രകാശനം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. ലോറി ഡ്രൈവറായ രതീഷിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് നന്ദിനി ചുഴി. നാട്ടിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് KJU പുസ്തക പ്രകാശനം ഏറ്റെടുത്തത്. KJU താലൂക്ക് പ്രസിഡന്റ് ജോമോൻ താന്നിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഒരു പണിയില്ലാത്ത ആളുകൾക്ക് ഒരു പുസ്തകം പോയിട്ട് ഒരു വരി എഴുതാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം വളരെ റിസ്ക്കുള്ള ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആ സമയത്ത് എങ്ങനെ ഏതാണ് 24 മണിക്കൂർ സാധാരണ ലോറിയൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ ഓടിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകളാണ്. അതിനൊക്കെ ഒട്ടും റെസ്റ്റില്ല. ബസ്സും ലോറിയൊക്കെ ഓടിക്കുന്ന സമയത്ത്. സാധാരണ ഒരു കാറൊക്കെ ആണെങ്കിലും ഒക്കെ എവിടെയും സമയം കിട്ടും. പക്ഷേ ആ സമയത്ത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മിച്ചം കിട്ടുന്ന സമയം, ഇതെല്ലാം കഴിഞ്ഞാൽ ഓട്ടം കഴിഞ്ഞാൽ മിച്ചം കിട്ടുന്ന സമയത്ത് എഴുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കഥയുടെ സാധാരണ വെച്ച് ഹൊറർ കഥയാണ് ഇതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN ഗോപി മുഖ്യപ്രഭാഷണവും അധ്യാപകനും നിരൂപകനുമായ S ജ്യോതിഷ് പുസ്തക പരിചയവും നടത്തി. പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനും നാടകരചയിതാവുമായ KR രാജേന്ദ്രൻ പുസ്തക പ്രകാശനം നടത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അധ്യാപകനുമായ മുകേഷ് മോഹനൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. യോഗത്തിൽ KJU താലൂക്ക് സെക്രട്ടറി അനീഷ് PA, കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊച്ചുപറമ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KR രാമചന്ദ്രൻ, AKPA ജില്ലാ വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ ഹണി, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി സൗവർണിക സരിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സജീവ് ആർ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന കളരികളിൽ നിന്നായി 53 വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ചുവടുകൾ, മെയ്പ്പയറ്റ, കെട്ടുകാരി, ഫെൻസിംഗ്, വാളും പരിചയം, ഉറുമി വീശൽ, ഉറുമിപ്പയറ്റ, കത്തിയും വെറുങ്കയ്യും, കൈപ്പോര, ചവിട്ടിപ്പൊങ്ങൽ എന്നീ വിവിധ വിഭാഗങ്ങളിലായാണ് കുട്ടികൾ മത്സരിച്ചത്. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ നടന്നു. ആദി ബ്രഹ്മോദയം കളരി, കാരിക്കോട്ട് കളരി സംഘം, കോക്കാട്ടിൽ കളരി സംഘം, ഗുരുമംഗലം CVN കളരി, സദ്ഗമയ കളരി സംഘം എന്നീ കളരികളിൽ നിന്നുമായാണ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. ആയോധന കലകളിലൂടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MT സാബു, ജില്ലാ സെക്രട്ടറി GK രാജശേഖരൻ ഗുരുക്കൾ, സംസ്ഥാന അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ഗുരുക്കൾ, ജില്ലാ സ്പോർട്സ് കൗൺസിലർ ജേക്കബ് തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മാത്യു വർഗീസിന് യാത്രയയപ്പ് നൽകി. സോഷ്യൽ ഫോറസ്റ്റ് പീരുമേട് റേഞ്ചിൽ നിന്നാണ് മാത്യു തോമസ് വിരമിച്ചത്. സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് മാത്യു വർഗീസിന് യാത്രയയപ്പ് നൽകിയത്. ഇടുക്കി സഹ്യസാനു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. യാത്രയയപ്പ് സമ്മേളനം ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ MG വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം അത്ര വലിയ ടെൻഷനൊന്നുമില്ല. കാരണം തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നാടിന്റെ സൗഹൃദമുണ്ട്, കവലകളുണ്ട്, ഇറങ്ങിയിരിക്കാൻ സ്ഥലമുണ്ട്, വീട്ടിൽ പറയാൻ ആൾക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാന്താരികളോട് കാണാനുള്ള ഭംഗിയെങ്കിലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് പൊതുവെ കയറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ മാറ്റി പോകുന്ന ലോകം വളരെ വലിയ ലോകമാണ്. സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിപിൻദാസ് PK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജൂനിയർ സൂപ്രണ്ട് ജയശ്രീ R, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ CV ബിജു, പൊതുപ്രവർത്തകൻ PK ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാത്യു വർഗീസിനെ പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു.
SNDP യോഗം കാമാക്ഷി അമ്പലമേട് ശാഖായോഗത്തിന്റെ ഉദ്ഘാടനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. അമ്പലമേട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി അമ്പലമേട്ടിൽ പുതുതായി സ്ഥാപിതമായ SNDP ശാഖായോഗത്തിന്റെ ഉദ്ഘാടനവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത് പഠിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുകയും പരമാവധി കുടുംബങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യമാണ് ശ്രീനാഥ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായും ഭൗതികമായും നമുക്ക് ഉയരങ്ങളിലെത്താൻ സമസ്ത മേഖലയും പരാമർശിച്ചുകൊണ്ട് ഒരു വ്യക്തി ജന്മമെടുത്താൽ മരണം വരെ എങ്ങനെയാവണം ജീവിതമെന്നും ജനനം തൊട്ടുള്ള ആ ജീവിതയാത്രക്കിടയിൽ ഏതെല്ലാം മേഖലകളിൽ വിജയം കൈവരിക്കാൻ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കണം എന്നുവരെ ശ്രീനാഥ ഗുരുദേവൻ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് പലപ്പോഴും അത് ജീവിതത്തിൽ പകർത്താനും അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിടയിലുള്ള പല വ്യക്തികളുടെയും പരാജയം എന്ന് പറയുന്നത്. SNDP യോഗം മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ സംഘടനാ സന്ദേശം നൽകി. KK രാജേഷ്, CK വത്സ, സുബീഷ് വിജയൻ, രേഷ്മ KB, ഷിജോ കൊഴിഞ്ഞിത്താഴെ, KM സുനിൽകുമാർ, OR സജിമോൻ, ഓമന ശിവൻകുട്ടി, KS പ്രസാദ്, MR സുനിൽകുമാർ, സജി തടത്തിൽ, സോമൻ പതാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായ 17ാം വർഷവും പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് കുമളി അമരാവതി ലൈറ്റ് ഹൗസ് ദൈവസഭ. പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കായി കരുതലിന്റെ കരവുമായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് സ്കൂൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ബാഗ്, ബുക്കുകൾ, ലഞ്ച് ബോക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, കുട, പേന, പെൻസിൽ എന്നിവ അടങ്ങിയ 1750 രൂപ വില വരുന്ന കിറ്റാണ് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായി നൽകിയത്. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. നാളുകളിൽ നിങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രക്ഷോഭിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായി മാറും. ആളുകളുമായ ലാഭത്തിനു വേണ്ടിയല്ല, സാമൂഹികമായിട്ടുള്ള നന്മ ഈ സമൂഹത്തിൽ നിന്ന് അറ്റുപോകാതിരിക്കുവാൻ പുതിയൊരു തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടിയാണ് സന്തോഷ് പാസ്റ്റർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു പാഠമാണ്, നമുക്കൊരു അനുഗ്രഹമാണ്, നമുക്കൊരു വഴികാട്ടിയാണ്. കുമളിയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ ഭാരവാഹികളായ സാലി ജേക്കബ്, സജീവ് വെമ്പള്ളി, ബിജു മറ്റപ്പള്ളി, അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ, കുമളി ഓൺലൈൻ കൂട്ടായ്മ അഡ്മിൻ ലിജു ജോസഫ്, സിബി വരിക്കമാക്കൽ, ലൈറ്റ് ഹൗസ് ദൈവസഭാ പാസ്റ്റർ സന്തോഷ് ഇടക്കര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ തുടരുന്ന ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചെറുതോണി ഗാന്ധിനഗറിൽ നടന്ന ചടങ്ങ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു നീള ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചെറുതോണി ഗാന്ധിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറിയത്. കഴിഞ്ഞ 5 വർഷമായി സ്കൂൾ തുറക്കുന്ന വേളയിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, സ്കൂൾ ബാഗുകൾ, കുടകൾ എന്നിവ വിതരണം ചെയ്തു വരുന്ന ട്രസ്റ്റാണ് ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ്. ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ CG കലേഷിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. CG കലേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു നില ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പം ആരാധനയോടെ നോക്കി പോകാറുണ്ട് കലേഷിനെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണക്കാരുള്ള കഴിയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കലേഷിന് തുറന്നുണ്ടാകുന്നു. നമുക്കറിയാം, അത് ഈ ഇപ്പം നാളുകളായിട്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ ദൗത്യം തന്നെയാണ്. ആ ദൗത്യം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത് അതിനേക്കാളും വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് വരെ മുടക്കമില്ലാതെ ഏതാണ്ട് ഒരു 10 വർഷക്കാലമായി അല്ലേ, 10 വർഷക്കാലമായിട്ട് ഇന്ന് വരെ മുടക്കമില്ലാതെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ആരും സഹായിക്കാതെ എന്നും ഇതുപോലെയുള്ള അപ്പോൾ അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളിലോട്ട് നിങ്ങളെയും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളതാണ്
ഇത്തരം ലക്ഷ്യങ്ങൾ നൽകി. സത്യസായി ബാബ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KDP സംസ്ഥാന സെക്രട്ടറി PK ജയൻ, ചൂർണി ട്രസ്റ്റ് വൈസ് ചെയർമാൻ മനോജ് പുളിക്കൽ, ട്രസ്റ്റ് ഭാരവാഹികളായ റിജി സണ്ണി, സൗമ്യ AS എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടം ചേവളം സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശ്വാസ പരിശീലന വർഷത്തിന് തുടക്കം കുറിച്ചു. യോഗത്തിൽ ബിഷപ്പ് മത്തായി കൊച്ചുപറമ്പിൽ മെമ്മോറിയൽ അവാർഡ് ദാനവും നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുഴുവൻ ഇടവകകൾക്കുമൊപ്പമാണ് ചേമ്പളം സെന്റ് മേരീസ് ഇടവകയിലും പുതുതായി വിശ്വാസ പരിശീലനത്തിന് ചേരുന്ന കുട്ടികളെ സ്വാഗതം ചെയ്ത് വിശ്വാസ പരിശീലന വർഷാരംഭം നടന്നത്. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഓരോ ക്ലാസുകളിലും കൂടുതൽ മാർക്ക് വാങ്ങി 1-2 സ്ഥാനം നേടിയവർക്കും മുഴുവൻ അധ്യയന ദിവസങ്ങളിലും ക്ലാസുകളിൽ പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ജെയിംസ് വെൺമാന്തര പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സമയാസമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിന് വേണ്ട വളപ്രയോഗങ്ങൾ, കീടനാശിനി പ്രയോഗങ്ങൾ, വെള്ളം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന് ജീവനുള്ള ഒരു വസ്തുവാണ്, അത് ചെടിയാണ്. അതിനെ നമ്മൾ വളർത്താനായിട്ട് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. അതിന് ഓരോ ഘട്ടത്തിലായിട്ട്, പ്രത്യേകിച്ച് ജനിച്ച മുതൽ അത് വളർന്നു വലുതാകുന്ന ഓരോ ഘട്ടത്തിലും ആവശ്യമായ എല്ലാ വളങ്ങളും നൽകി അതിനെ വളർത്തിയെടുക്കുക. അത് വിശ്വാസത്തിന്റെ മേഖലയിൽ, ധാർമ്മിക മൂല്യങ്ങളുടെ മേഖലയിൽ, ജീവിതത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. പുതിയതായി ഉണ്ണീശോ കളരിയിലേക്ക് ചേർന്ന കുട്ടികൾക്ക് സ്വീകരണം നൽകി. ദ്വൈവർഷ വിശ്വാസ പരിശീലനം ഡിപ്ലോമ കോഴ്സിൽ ഇടവകയിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ സൽന സെബാസ്റ്റ്യൻ തണ്ണിപ്പാറയ്ക്ക് ബിഷപ്പ് മത്തായി കൊച്ചുപറമ്പിൽ മെമ്മോറിയൽ അവാർഡ് നൽകി. പ്രഥമാധ്യാപകൻ സോണി തണ്ണിപ്പാറ, മദർ സുപ്പീരിയർ സിസ്റ്റർ മറീന SH, അധ്യാപകരായ ജോൺസൺ കൊച്ചുപറമ്പൻ, സിസ്റ്റർ ലിൻസി SH, ടാബ് സെക്രട്ടറി ജോമി അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തോപ്രാങ്കുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടന്നുവന്ന ഇടവച്ചോതി മഹോത്സവം സമാപിച്ചു. ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മെയ് 29, 30, 31 എന്നീ ദിവസങ്ങളിലായാണ് പെരുന്തൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും ധർമാനുഷ്ഠാന യജ്ഞവും നടന്നത്. സമാപന ദിവസം വൈകുന്നേരം 108 കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും വസ്ത്രദാനവും പാലം ബ്രദേഴ്സ് അവതരിപ്പിച്ച ഭജനയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ചടങ്ങുകൾക്ക് നിമേഷ് പള്ളത്ത് ക്ഷേത്രത്തിന്റെ തന്ത്രി, അതോടൊപ്പം തന്നെ കൃപാനന്ദഗിരി സ്വാമികൾ എന്നിവരുടെ മുഖ്യകാർമ്മികത്തിൽ നടന്ന ചടങ്ങുകൾ ഇന്നിവിടെ പൂർത്തിയാകുമ്പോൾ ക്ഷേത്രത്തിൽ കൂടുതൽ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വന്ന് അവരുടെ ശാന്തിയും സമാധാനവും അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന ധർമാനുഷ്ഠാന സത്രത്തിലും പങ്കെടുത്ത് ഇന്ന് മടങ്ങുമ്പോൾ ഇവിടെ 108 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിക്കുക. ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ, കൃപാനന്ദ സരസ്വതി സ്വാമികൾ, വിശ്വാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാമാക്ഷി സഹൃദയ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന വായനക്കളരി സമാപിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ലൈബ്രറികളിൽ അവധിക്കാലത്ത് കുട്ടികളെ വായനയിലേക്ക് നയിക്കുന്നതിനും സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മലയാള ഭാഷയെ കൂടുതൽ അറിയുന്നതിനും ആഴത്തിൽ പഠിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനപ്രകാരം വായനക്കളരി നടന്നുവന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ കാമാക്ഷി ലൈബ്രറിയെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഈ സ്റ്റേഡിയവും അതിന്റെ നവീകരണവും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുമ്പോട്ടെടുക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ലൈബ്രറി പ്രസിഡന്റ് സജി മൂലേച്ചാലിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ടോമി കൂത്രപ്പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോയി കാട്ടുപാലം, സോണിയ ജാനേഷ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ സജിമോൻ, ബിനു ജോസഫ്, ലൈബ്രറി വൈസ് പ്രസിഡന്റ് KC ബിജു, സെക്രട്ടറി ജോയി കാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വണ്ടിപ്പെരിയാർ പശുമല അക്ഷയ നഗർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇതോടൊപ്പം പഠനോപകരണ വിതരണവും നടത്തി. അനുമോദന യോഗത്തിൽ
പ്രസിഡന്റ് എൻ നവാസ് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സിൽവത്തായി യോഗം ഉദ്ഘാടനം ചെയ്തു. അക്ഷയനഗർ തുടങ്ങുമ്പം അക്ഷയനഗറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ തന്നെയാണ് വന്നത്. അന്ന് അക്ഷയനഗറിന്റെ ഉദ്ഘാടനം ചെയ്തപ്പോൾ മഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഇവിടെ ഈ സ്കൂളിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ഈ വാർഡിലെ ഒരു മെമ്പറായിട്ട്, സ്വന്തം വാർഡിലെ ഒരു മെമ്പറായിട്ട് നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വന്തം വാർഡിലെ ഒരു മെമ്പറായിട്ട് വന്നുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യുകയാണ്. സെക്രട്ടറി അഫ്സൽ, വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ സെൽവം, അക്ഷയനഗർ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു. എഴുകുമ്പയിൽ ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ടീമിന്റെ നേതൃത്വത്തിൽ പുഷ്പഗിരി ഡീപോൾ ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തിവന്ന ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ക്യാമ്പ് സമാപിച്ചു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എഴുകുംവയൽ ടീമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാമക്കൽമേട്, കുഴിത്തോളു, ഇട്ടിത്തോപ്പ്, ഉദയഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ലാസുകളിൽ നിന്നുള്ള 80 കുട്ടികളാണ് ടെസ്റ്റിൽ പങ്കെടുത്തത്. ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഫൗണ്ടർ ഹാൻഷി ജേക്കബ് ദേവകുമാർ ടെസ്റ്റിൽ വിജയികളായ കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച കുട്ടികൾക്ക് പരിശീലനവും യാത്രയപ്പും ഇതോടൊപ്പം നൽകി. മാത്യു ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ സെൻസായിമാരായ സുഭാഷ് എസ്, ജോസഫ് PJ, സുരേഷ് പള്ളിയാടി, അഖിൽ വിജയൻ, വിപിൻ ജയ്മോൻ, സച്ചിൻ ടോം, ശ്രീഹരി S, സാരംഗ് ഷാജി തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വിഷയമായിരുന്നു. നമുക്കറിയാം, കരാട്ടെ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തോട് ഇണചേർന്ന ഒരു ആയോധന കലയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമൂഹത്തിനുള്ളിലുള്ള ഏതൊരു വിഷയത്തിനെയും നല്ല രീതിയിൽ ഇടപെടാനുള്ള കരുത്ത് നൽകുന്ന ഒരു ആയോധന കല. ഈ ആയോധന കല നമ്മൾ ആർജിക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തുണ്ടാകുന്ന ഏതൊരു വിഷയത്തിൽ ഇടപെടാനും അതോടൊപ്പം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനും നമുക്ക് ഈ ഒരു ആയോധന കല സഹായിക്കും. സ്കൂൾ ചെയർമാൻ ഫാദർ ജോസ് ഐക്കര മുഖ്യപ്രഭാഷണം നടത്തി. സെൻസായി സുരേഷ് പള്ളിയാടി, പണിക്കൻകുടി ക്വീൻ മേരി പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ, സെൻസായിമാരായ മാത്യു ജോസഫ്, സുഭാഷ് S, ജിൻസമ്മ, സുജി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രവേശനോത്സവ ദിനത്തിൽ സ്വന്തം സ്കൂളിന് സ്കൂൾ മോഡൽ ഉണ്ടാക്കി സമ്മാനിച്ച സഹോദരങ്ങളായ നവനീതും നന്ദനയും സേനാപതി മുക്കുടിൽ കാര്യംകുന്നേൽ റജിയുടെയും ജിഷിയുടെയും മക്കളാണ്. NRCT SNV സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നവനീതും 8ാം ക്ലാസ് വിദ്യാർത്ഥിനി നന്ദനയും. നവനീത് ത്രെഡ് പാറ്റേൺ നിർമ്മാണത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും സംസ്ഥാനതലത്തിൽ സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട്. ഗായികയും അഭിനേത്രിയുമായ നന്ദന 5ഓളം ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ അവധിക്കാലത്ത് എന്ത് ചെയ്യണമെന്ന് ഈ സഹോദരങ്ങൾ ആലോചിച്ചപ്പോൾ തങ്ങളുടെ സ്കൂളിന്റെ ഒരു മോഡൽ നിർമ്മിച്ചാലോ എന്ന ചിന്ത ഉദിക്കുകയായിരുന്നു. വീട്ടുകാർ കട്ട സപ്പോർട്ടുമായി ഒപ്പം കൂടി. അതിനുവേണ്ട എല്ലാ സാധന സാമഗ്രികളും ഇവർക്ക് വാങ്ങി നൽകി. നമസ്കാരം, ഞാൻ നവനീത്, ഇതെന്റെ അനിയത്തി നന്ദന. ഇങ്ങനൊരു മോഡൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു ഇതിങ്ങനെ കംപ്ലീറ്റ് ആകുന്ന. മാനേജ്മെന്റിന്റെ പിന്നെ പേരൻസിന്റെ സപ്പോർട്ട് കാരണമാണ് ഇത്രയും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. ഇത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. 2 മാസം കൊണ്ടാണ് സ്കൂളിന്റെ തനിപ്പകർപ്പ് ഈ സഹോദരങ്ങൾ നിർമ്മിച്ചത്. പിള്ളേർ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരുപാട് സന്തോഷം തോന്നുന്നു. അവർ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണിത്. അത് ഇത്ര ഫിനിഷിംഗ് ആയിട്ട് ഇതുപോലൊരു അംഗീകാരം സ്കൂളിൽ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംഭവമായി പോയത്. നിർമ്മാണ ഘട്ടത്തിൽ ഇവർ പലവട്ടം സ്കൂളിൽ എത്തുകയും സൂക്ഷ്മമായി മോഡൽ നിർമ്മിക്കുകയുമായിരുന്നു. മൾട്ടിവുഡ്, പേപ്പർ സ്ട്രോ, പ്ലൈവുഡ്, പെയിന്റ്, പശ എന്നിവ ഉപയോഗിച്ചാണ് മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജർ ജെയിൻ, ഹെഡ്മാസ്റ്റർ ശ്രീനി KR, PTA പ്രസിഡന്റ് ഉല്ലാസ് എന്നിവർ ചേർന്ന് മോഡൽ ഏറ്റുവാങ്ങി. വെക്കേഷൻ കാലം 2 മാസക്കാലം അവർ വിശ്രമമില്ലാതെ പണിയെടുത്തിട്ടാണ് സ്കൂളിൻ്റെ മോഡല് സ്കൂളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ച് ഉണ്ടാക്കിയത്. കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ കുട്ടികൾക്ക് സമ്മാനം നൽകി പ്രോത്സാഹിപ്പിച്ചു. പ്രവേശനോത്സവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഇരുവരെയും അനുമോദിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 224. വിൽപ്പനയ്ക്ക് വന്നത് 51,362. വിൽപ്പന നടന്നത് 46,203. കൂലി വില 3,200. ശരാശരി വില 2,584. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ. ഏലം കൂലി വില 2,600. ഏലം ശരാശരി വില 2,300. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പൂ 900. കൊക്കോ 90. റബ്ബർ 240. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,320 രൂപ. വെള്ളി 290. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. ഇടുക്കി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ നാടിന്റെ സമ്പത്തെന്ന് MLA. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ കൃത്യതയോടെ നടപ്പാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് മരുന്നുകൾ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. കാളിയാറിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച് കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. നടപടി വൈകുന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത് മെയ് 1-ാം തീയതി കാളിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനൊരുങ്ങി മർദ്ദനമേറ്റ മുള്ളരിങ്ങാട് സ്വദേശി രാജപ്പൻ. കട്ടപ്പന വലിയപാറയിൽ സാമൂഹ്യവിരുദ്ധർ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. അഗ്നിക്കിരയാക്കിയത് ചാണാശ്ശേരിയിൽ സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.